സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ താരം എന്ന് പറയുന്നത് രേണു സുധിയാണ്. നമ്മുടെ അന്തരിച്ച പ്രശസ്ത കലാകാരൻ, അതായത് മിമിക്രി കലാകാരനായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി. കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ച് പോയതാട്ടോ. കൊല്ലം സുധിയുടെ മോനായ കിച്ചുവിന് ചെറിയ വയസ്സുള്ളപ്പോഴാണ് ഉപേക്ഷിച്ച് പോയത്. പിന്നെ ഈ കിച്ചുവിന് ഒരു 11 വയസ്സുള്ളപ്പോഴാണ് രേണു ഈ സുധിയുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. സുധിയുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ എന്ന് പറയുന്നത് സുധിയുടെ വേർപാടിന് ശേഷം ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ഈ സുധിയുടെ പെട്ടെന്നുണ്ടായ വേർപാട് ഈ എല്ലാവരെയും വളരെ സങ്കടപ്പെടുത്തിയ ഒന്നാട്ടോ. അത്രയും അറിയപ്പെടുന്നൊരു മിമിക്രി കലാകാരനാണ് നമ്മുടെ കൊല്ലം സുധി എന്ന് പറയുന്നത്. ചിരിപ്പിക്കുന്ന ആൾക്കാരെ എപ്പോഴും നമ്മൾ ഓർക്കും. കാരണം നമുക്ക് ജീവിതത്തിൽ ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. നമ്മുടെ ടെൻഷൻ റിലീഫും കാര്യങ്ങളൊക്കെ നന്നായി ഒന്ന് ചിരിക്കുമ്പോൾ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കയറി വന്നപ്പോൾ ഈ രേണും അതുപോലെ കിച്ചും അതുപോലെ ഇവരുടെ ചെറിയ മോനൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ പോയൊരു സമയമായിരുന്നു. ആ സമയത്ത് ഇവരെ മുന്നിലേക്ക് കൈപ്പിടിച്ച് കൊടുന്നതും ഇവരെ ജീവിതത്തിൻ്റെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതും ഫ്ലവേഴ്സ് ടി വി കേട്ടോ. നല്ല മാതിരി അതിനെ കഷ്ടപ്പെട്ട് അതിലേക്ക് ഇറങ്ങി വന്ന് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് പിന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിച്ച് നൽകിയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം കേട്ടോ. ഇതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു വീട് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടോ തുടർന്ന് അങ്ങോട്ട് മുഴുവൻ ജീവിക്കാൻ അവരെ കൊണ്ട് പറ്റും. അവർക്ക് ജീവിക്കാനുള്ള സാധ്യതകളും ചെലവുകളും അവരെന്ത് ചെയ്യും? ഒരു സാധാരണ അവരൊരു സിറ്റുവേഷൻ വെച്ചൊരു സ്ഥാപനത്തിൽ കയറി ഒരു ജോലി ചെയ്താൽ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. മാത്രമല്ല ഒരു മനുഷ്യന് അവൻ്റേതായ കുറേ ആഗ്രഹങ്ങളും എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ? അത് മനസ്സിലാക്കാതെ രേണു ഇപ്പോൾ സ്വയം അഭിനയിച്ച് ഈ വലിയൊരു വലിയ സിനിമകളിലും കാര്യങ്ങളൊന്നല്ല അഭിനയിക്കുന്നെങ്കിലും ആൽബത്തിലും മറ്റു ചെറിയ ചെറിയ പരസ്യങ്ങളിലൊക്കെ അഭിനയിച്ച് ഇപ്പോൾ രേണു നന്നായിട്ടൊന്ന് കയറി വരുന്നുണ്ട്. മാത്രമല്ല കേട്ടോ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നൊരു സാന്നിധ്യമാണ് രേണു എന്ന് പറയുന്നത്. ഈ അടുത്തിടെ രേണു അതുപോലെ നമ്മുടെ ദാസേട്ടനും കൂടി അഭിനയിച്ചൊരു പാട്ട് സീനാണ്, റീക്രിയേറ്റ് ചെയ്തൊരു പാട്ട് സീനാണ് ഭയങ്കര ഹിറ്റായതും പിന്നെ ഭയങ്കര വിവാദമായി മാറിയതും. അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ട്രോളുകൾ ഇറങ്ങി അങ്ങോട്ട് കുതിച്ചു കയറിയൊരു സംഭവമായിരുന്നു ഈ ഒരു പാട്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് രേണുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഒരുപാട് അവസരങ്ങൾ വന്നു. വലിയ വലിയ അവസരങ്ങളല്ലെങ്കിലും മോശമില്ലാത്ത അത്യാവശ്യം ജീവിക്കാനുള്ള പൈസയും കാര്യങ്ങളും കിട്ടാവുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുണ്ടായി. അവരെ ഒരു വിധത്തിലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരെ രൂപവും കാര്യങ്ങളൊക്കെ ആൾക്കാർ നന്നായി ട്രോളുന്നുണ്ട്. ശരീരവും മുഖവും എല്ലാം വളരെ മോശമാണ്, വികൃതമാണ്, എലി പോലെ ഉണ്ട്, അങ്ങനെയൊക്കെ മോശപ്പെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവരെ നന്നായി ട്രോളുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് അവർ നിങ്ങളുടെ മുന്നിൽ അറിയപ്പെടുന്ന ഒരു കലാകാരിയായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. അഭിനയത്തിൻ്റെ ഒരു ആദ്യ പടി എടുത്ത് നോക്കുമ്പോൾ അവരത്ര മോശമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ തന്നെയല്ല അവർക്ക് വളർന്നു വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഫേമസ് നടന്മാരും നടിമാരായാലും അവർ ഏറ്റവും പഴയ സിനിമ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ടായി അഭിനയിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും റോളിൽ കയറി നിൽക്കുന്ന ഒരു സീനിലോ ിട്ടുള്ള വലിയ നടന്മാരും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഇപ്പോൾ എഴുതാൻ പറ്റിയ സംഭവമല്ല കേട്ടോ. അവരുടെ ഭാവി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ അറിയപ്പെടുന്ന വലിയൊരു നടിയായി മാറാൻ അവർക്ക് പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അതിനുള്ളൊരു സാധ്യതയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. രൂപമൊന്നുമല്ല ഇതിൽ വലിയ സംഗതി. ഫെയിമാണോ അവർക്ക് കയറി വരാം, ജനങ്ങളുടെ സപ്പോർട്ടുണ്ടോ കയറി വരാം. അത് നല്ല വശമായാലും ചീത്ത വശമായാലും കയറി പറ്റാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട കേട്ടോ.
പിന്നെ വേറൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമുക്കാർക്കും ഇത്രയൊക്കെ എന്തൊക്കെ ട്രോളിയാലും എന്തൊക്കെ തമാശകൾ പറഞ്ഞ് ചിരിച്ചാലും എന്തൊക്കെ മോശപ്പെട്ട രീതിയിൽ കമൻസുകൾ നിങ്ങൾ ഇട്ടാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അവർക്ക് മാസം വലിയൊരു എമൗണ്ട് കൊടുത്ത് അവരെ ജീവിപ്പിക്കാൻ പറ്റുമോ, അവരെ നോക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാതെ വെറുതെ വിമർശനങ്ങൾ മാത്രം പറയുന്ന ആളുകൾക്കിടയിൽ അവർ ഒരു ചോദ്യചിഹ്നമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. അവർ സ്വന്തം എന്ത് ജോലി ആയിക്കട്ടെ, അത് അവരുടെ പ്രൊഫഷനാണ്. അതിൽ കൂടെ അവർ സ്വയം പ്രയത്നിച്ചിട്ടാണ് അവർ കയറി വരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അവർ ജീവിക്കട്ടെ, അവരെ വെറുതെ വിടുക, അവരെ വഴിക്ക് അവർ പൊക്കോട്ടെ. അവർ ചെയ്യുന്ന ആൽബങ്ങളും ചെറിയ സിനിമകളോ വലിയ സിനിമകളോ നാളെ വരട്ടെ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് അവരുടെ ആ വഴിയിൽ അവർക്ക് കൂടുതൽ പ്രോത്സാഹനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ചെറിയ ഒരു റീൽസിൽ അവരൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ ഡ്രസ്സ് ചെയ്തിരിക്കുന്ന രീതിയിലൊക്കെ വന്ന മാറ്റം എല്ലാവരും ഭയങ്കര അതിശയത്തോടു കൂടിയാണ് നോക്കിയത്. ഇത്ര അതിശയപ്പെടാൻ എന്താണ്? അവർക്ക് കൊടുക്കുന്ന റോളിൽ അവർ ആവശ്യപ്പെടുന്നത് ആ തരത്തിലുള്ള ഡ്രസ്സാണെങ്കിൽ അവരത് ഇടാൻ തയ്യാറാണ്. നമുക്കെന്താണ് പ്രശ്നം? നമുക്കെന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ? ഇനി അവർ നേടുന്നുണ്ടെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് അവർക്ക് മാത്രമല്ല. ഇതൊന്ന് കണ്ടു നോക്ക്. ഇതിൻ്റെയൊക്കെ നമ്മൾ കാണുന്നത് അതിൻ്റെ മോശവശങ്ങൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറം അവർ ശ്രമിക്കുന്നത് അവരുടെ കൂടെ നിൽക്കുന്ന കുട്ടികളെയും മാതാപിതാക്കളെയും സംരക്ഷിക്കാനും അവരുടെ ചിലവുകൾ നടത്തിപ്പോകാനുള്ള ഒരു സോഴ്സായിട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ പ്രൊഫഷനാണ് അവർ ചെയ്യുന്നത്. അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ നമ്മൾ കൈപ്പിടിച്ച് ഉയർത്താൻ നമുക്ക് പറ്റില്ലെങ്കിലും അവരവരെ സ്വയം ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അതിൽ നമ്മളെന്തിനാണ് കൈകടത്തുന്നത്? അവരും ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു ഒരു ഒരു സ്ത്രീയല്ലേ. അപ്പോൾ അവരെ നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. ട്രോളുകൾ എപ്പോഴും അവർക്ക് ഗുണം ചെയ്യുന്നുള്ളൂ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം ട്രോളുന്നു അത്രത്തോളം അവർ എത്തുന്നത് ഒരുപാട് മുകളിലേക്കാണ്. അവരുടെ ആ ഉയർച്ച ഇനിയും ഉയരങ്ങളിലേക്ക് എത്തി നല്ലൊരു സ്ഥിതിയിലേക്ക് അവർ എത്തിച്ചേർത്തെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന.